ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധത്തിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളത് എന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. ഒരു സ്പിരിച്വൽ എനർജിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഇരുവരും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അതേസമയം തന്നെ മനസ്സ് പൂർണ്ണമായിട്ടും തുറക്കാനും കഴിയുന്നില്ല. അറ്റാച്ച്മെന്റ് വളരെ ശക്തമാണ്. ഈ ഒരു ബന്ധം നഷ്ടപ്പെടരുത് എന്നൊരു എനർജി 2 പേർക്കും ഉണ്ട്. എന്നാൽ ഒരു ഭയം, പോസസീവ്നെസ്, ഇമോഷണൽ പ്രൊട്ടക്ഷൻ എന്നിവയെല്ലാം തന്നെ കാണിക്കുന്ന കാർഡാണ് 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. 8 ഓഫ് വൺസ് കാണിക്കുന്നത് ഇതിനുശേഷവും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയെ കാണിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസസ്, മെസ്സേജ്, ഫോൺ കോൾ, ഒരു സഡൻ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു ബന്ധത്തിൽ വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോഴുള്ള ഒരു സ്റ്റക്നെസ് എനർജി എന്ന് പറയുന്നത് അതേ കാലം അതേപടി നിലനിൽക്കില്ല എന്ന് ഈ ഒരു കാർഡ് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന മൂൺ കാർഡാണ് പ്രശ്നം. ഇവിടെ യൂണിവേഴ്സ് ഒരു പ്രധാന വാർണിംഗ് തരുന്നുണ്ട്. എല്ലാം ഇപ്പോൾ വ്യക്തമായിട്ടില്ല, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഒരാളുടെ യഥാർത്ഥ ഫീലിങ്സ്, അതുപോലെ തന്നെ ഉദ്ദേശങ്ങൾ, ഇന്റൻഷൻസ്, ഫ്യൂച്ചർ പ്ലാൻസ് എന്നിവയിലെല്ലാം തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നു. ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെയായി തീരും? ചില ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ്, ഭയം, അസംഷൻസ്, ഇതെല്ലാം ഓർത്തുകൊണ്ടുള്ള ചില ഓവർ തിങ്കിങ്, രാത്രിയിൽ ഉറക്കമില്ലാതിരുന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന അവസ്ഥ. ശ്രദ്ധിക്കുക, മൂൺ കാർഡ് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പണായിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്. പക്ഷേ ഇൻറ്റ്യൂഷൻ എന്ന പേരിൽ ചില ഊഹാപോഹങ്ങൾ നടത്താൻ പാടില്ല. അതായത് തെളിവില്ലാത്ത കാര്യങ്ങളെ ശരിക്കും സത്യമാണെന്ന് കരുതി അങ്ങനെ വിശ്വസിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സത്യം അറിയുന്നതുവരെയും ടൈം അനുവദിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന 6 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ശരിക്കും ബാലൻസിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം എപ്പോഴും കൊടുക്കുകയും മറ്റൊരാൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു എനർജി, അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു ബന്ധത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിക്കും മ്യൂച്വൽ എഫേർട്ട് എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ലെവലിലേക്ക് ആ ഒരു ബന്ധം പോവുകയുള്ളൂ. യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരിക്കലും ബന്ധത്തിൽ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, അവരെ ചേസ് ചെയ്യാൻ പാടില്ല, ഇമോഷണലായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. നിങ്ങൾക്കിടയിലേക്ക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരിക. ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അവരുടെ വാക്കുകൾ മാത്രം നോക്കാതെ ആക്ഷൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു റീഡിങ്ങിന് യൂണിവേഴ്സിന് നന്ദി പറയുക. എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.